Hi, I am Rogis Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ട് കേരളത്തിലെ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുമ്പോൾ MBBSും BDSും ഒഴിച്ചു വരുന്ന 4 മെഡിക്കൽ കോഴ്സുകളുമുണ്ട്. അതിൽ ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി ഇതിനോടൊപ്പം ബാക്കി വരുന്ന അലൈഡ് കോഴ്സുകൾ വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, ബയോടെക്നോളജി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവിറോൺമെൻറ്റൽ സയൻസ് ഇത്രയും കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ സ്ട്രേ വേക്കൻസിയുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, ഒരു സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേജാണ്. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ള സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് റൗണ്ടാണ് സ്ട്രേ വേക്കൻസി. ഈ സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ, നമുക്കറിയാം സ്ട്രേ വേക്കൻസിയിൽ ഏതൊക്കെ ക്യാമ്പസിലാണ് സീറ്റ് ഒഴിവുള്ളത്, ആ സീറ്റ് മെട്രിക്സ് മനസ്സിലാക്കി നമുക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള സീറ്റുകൾ പ്രയോറിറ്റി അനുസരിച്ച് ഓർഡറിൽ കൊടുത്താണ് സ്ട്രേ വേക്കൻസിയിൽ നാം പങ്കെടുത്തത്. അങ്ങനെ പങ്കെടുത്ത വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ നവംബർ 12 മുമ്പായി കോളേജുകളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. നമുക്കറിയാം, നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടോ എന്നെങ്ങനെയാണ് അറിയാൻ പറ്റുക? നമ്മുടെ പ്രൊഫൈൽ പേജിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം നമ്മുടെ പ്രൊഫൈൽ വെരിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ മെമ്മോ കാർഡും ഡേറ്റ കാർഡും പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിൽ നമുക്കൊരു കോഴ്സോ ക്യാമ്പസോ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ആ മെമ്മോ കാർഡും ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും ഡീറ്റെയിൽസുമായി കോളേജുകളിൽ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ് നവംബർ 12. ഇവിടെ നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നമുക്ക് ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ലിക്വിഡേറ്റഡ് ഡാമേജ് നൽകാനും നമ്മൾ ബാധ്യസ്ഥരാണ്. മുമ്പ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സ്ട്രേ വേക്കൻസി പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. ഇവിടെ പങ്കെടുത്ത് നമുക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ കോളേജുകളിൽ ജോയിൻ ചെയ്യണം. ഇനി ഇതിൽ ശേഷം ഏതെങ്കിലും ഒരു സീറ്റ് ഒഴിവ് വന്നാൽ അതും രണ്ടാമത്തെ സ്ട്രേ വേക്കൻസി ആയി തന്നെ തീർച്ചയായിട്ടും സീറ്റുകൾ ഫില്ല് ചെയ്യും. അപ്പോൾ ഇവിടെയും നമുക്ക് സീറ്റ് ലഭിക്കാത്തവരുണ്ടെങ്കിൽ ഇനി സീറ്റ് ഒഴിവുണ്ടോ എന്നുള്ളത് കൃത്യമായി എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ കൃത്യമായി പുതിയതായിട്ട് വരുന്ന നോട്ടിഫിക്കേഷൻസ് നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. ഏതായാലും ശരി, 2024 നീറ്റ് എക്സാമിനേഷനെ ബേസ് ചെയ്ത് ഓൾ ഇന്ത്യ വഴിയും കേരള വഴിയും നടന്നുകൊണ്ടിരുന്ന എല്ലാ അലോട്ട്മെൻറ്റിൻ്റെയും ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ഈ സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു കോഴ്സ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും ജോയിൻ ചെയ്യാനും, ഇനി ഏതെങ്കിലും ഒരു സീറ്റ് ലഭിക്കാത്തവരാണെങ്കിൽ ഇനിയുള്ള അടുത്ത സ്റ്റെപ്പുകൾ എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ നോട്ടിഫിക്കേഷൻ നോക്കി കൃത്യമായി മനസ്സിലാക്കുകയും ആൽഫ അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ വർഷം ഒരു സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ എന്നെ കൊണ്ട് കൊള്ളില്ല, എനിക്കത് സാധിക്കില്ല എന്നുള്ള ചിന്തകൾ മാറ്റിവെച്ചിട്ട് 2025 മെഡിക്കൽ സെക്ടറിലെയോ എഞ്ചിനീയറിംഗ് സെക്ടറിലെയോ ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ വിൻ ചെയ്യാൻ ഇപ്പോഴേ നാം പഠിക്കുക. പഠനം എന്ന് പറയുന്നത് നമ്മുടെ കഴിവിനെ വളർത്തുകയാണ്. അവിടെ നമുക്ക് വേണ്ടത് ഒരു പേഴ്സണൽ അറ്റൻഷനാണ്. അങ്ങനെ പേഴ്സണൽ അറ്റൻഷനോടെ വിജയിക്കാൻ വേണ്ട കഴിവുകൾ വളർത്തുന്ന ഏറ്റവും നല്ലൊരു സിസ്റ്റത്തിൻ്റെ പാർട്ടായി 2025 എക്സാമിനേഷന് വിജയിക്കാൻ ആൽഫ അക്കാഡമിയുടെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. റെസിഡൻഷ്യൽ സൗകര്യത്തോടൊപ്പം നിങ്ങൾക്ക് പഠിക്കാം, ഏറ്റവും നല്ല വിജയവും നേടി മടങ്ങാം. 2024 എല്ലാ എൻട്രൻസുകൾക്കും എയിംസുകൾ ഉൾപ്പെടെ ഓൾ ഇന്ത്യ വൈസുള്ള എഞ്ചിനീയറിംഗിൻ്റെയും IIT-കളുടെയും ക്യാമ്പസുകൾ ഉൾപ്പെടെ ഏറ്റവും മികച്ച ക്യാമ്പസുകളാണ് ആൽഫയുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു വിജയത്തിലേക്ക് എത്താനും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓരോരുത്തർക്കും കൃത്യമായ വിജയം സിസ്റ്റമാറ്റിക്കായ മെത്തേഡുകളിലൂടെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഓൾ ദി ബെസ്റ്റ്.